ഈ സന്ദർഭത്തിൽ ഒരു അനുഭവം പറഞ്ഞുതരാം. ഞാനും ധർമ്മനും കൂടെ ഒരു മുറിയിലിരിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു പൊതു സുഹൃത്തുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. വെറുതെ ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ്. ഒരു ദിവസം ഞാനും ധർമ്മനും ഒന്നിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം വിളിച്ചു. ഇപ്പോൾ സ്പീക്കർ ഇട്ടേക്കാണ്. ഞാൻ സ്പീക്കർ ഇട്ട് വിളിച്ചിട്ട് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എവിടെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ റൂമിലിരിക്കുകയാണ്. ധർമ്മജൻ ചേട്ടൻ എവിടെ ഉണ്ട്? അവനെ പറ്റി എന്നോട് മിണ്ടരുത് വെറുതെ പറഞ്ഞു. ഉണ്ട് പുള്ളി നേട്ടാ അല്ല ഞാൻ പറഞ്ഞു അവനെ ഞാൻ ഇത്രയും നാൾ ഞങ്ങൾ ഒന്നിച്ച് കിടന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവൻ്റെ ഒരു വർത്താനം ഉണ്ടായിരുന്നു. അവനൊരു വലിയ വർത്താനം, അവനെ എന്നെ വളർത്തിയെന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് നടക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്കത് തീരെ പിടിച്ചില്ല. ഞങ്ങൾ അതിൻ്റെ പേരിൽ ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞു. ഉടനെ പുള്ളി അപ്പുറത്ത് അതെന്ത് വർത്താനാണ് പുള്ളി പറഞ്ഞത്? രമേശ് ചേട്ടനല്ലേ പുള്ളീനെ ആദ്യം കൊണ്ടുവന്നതും ഒന്നിച്ചൊരു പരിപാടി ചെയ്തുകൊണ്ട് പുള്ളി അങ്ങനെ വന്ന വഴി നമ്മൾ മറക്കാൻ പാടില്ലെന്നൊക്കെ എന്നോട് കുറേ പറഞ്ഞു. ഫോൺ കട്ട് ചെയ്തു. ഉടനെ തന്നെ എനിക്ക് ഫോൺ വരുന്നു. ഉടനെ ചേട്ടാ എവിടെ ഉണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വേറെ സ്ഥലത്ത് നിൽക്കണേണ്. പിഷാരടി എവിടെ ഉണ്ട്? പിഷാരനെ പറ്റി എന്നോട് ചോദിക്കാനൊന്നും വേണ്ട, അവൻ്റെ കാര്യം എന്നോട് പറയാൻ വേണ്ട. അവനിപ്പോൾ ഇത്തിരി ജാടയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞാനായിട്ട് ഇപ്പോൾ അധികം വലിയ സംസാരമൊന്നുമില്ല, വിളിയും പറച്ചിലൊന്നുമില്ല. അതെന്താ പറയുക, നിങ്ങൾ ഭയങ്കര കൂട്ടായിരുന്നില്ല, പിന്നെ എന്താ ഇങ്ങനെ വഴക്കിടാൻ? ചേട്ടനില്ലായിരുന്നെങ്കിൽ അവനൊന്നും ആവൂല്ലല്ലോ. അതെ, ചേട്ടനില്ലായിരുന്നെങ്കിൽ പിഷാരടി അങ്ങനെ ഉണ്ടാകാൻ വഴിയില്ലല്ലോ. പിന്നെന്താ ഒരു ചേട്ടനല്ല അതിൻ്റെ ഒരു വലിയ ഘടകമെന്ന് പറയണത്. അപ്പോൾ പിന്നെ നിങ്ങളെന്തിനാ ഇങ്ങനെ വഴക്കിടണം? ആ പുള്ളി അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലല്ലോ. ആ പുള്ളിനൊന്ന് കണ്ട് പറഞ്ഞ് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ പാടില്ലേ എന്നൊക്കെ ചോദിച്ചു. പറഞ്ഞാൽ ഞാൻ പ്രശ്നം തീർക്കുന്ന പരിപാടിയില്ല, ഞാനിനി അവനായിട്ട് ഇതില്ല. അടുത്ത എപ്പിസോഡ് എന്നാ ചേട്ടാ? അപ്പോൾ നമ്മൾ അടുത്ത ആഴ്ചയാണ്. എന്നൊരു കാര്യം ചെയ്യാം, എന്തായാലും പിഷാരടി ചേട്ടനില്ലല്ലോ, ഞാൻ വന്നാലോ? ഇത് രണ്ടും ഞങ്ങൾ ഒരു റൂമിലിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ലൗഡ് സ്പീക്കർ ഇട്ട് കേൾക്കുക. നമ്മൾ ഈ ഒരു കോണ്ടസ്റ്റ് പറയണം. അതായത് ഒരു ഉദാഹരണത്തിന് രാജീവ് ഗാന്ധിയെ വധിച്ച ആൾക്ക് രാജീവ് ഗാന്ധിയുമായിട്ട് ഒരു വ്യക്തിപരമായ വിദ്വേഷമല്ല, മറ്റു പല കാരണങ്ങളാണ്. അപ്പം നമ്മൾക്കൊരു ബലമുള്ള ആൾക്ക് നിങ്ങളെ ശാരീരികമായി കീഴ്പ്പെടുത്താം എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങളെ മാനസികമായിട്ട് നിങ്ങളെക്കാൾ ബലമുള്ള ആൾക്കും ഇല്ലാത്ത ആൾക്കും സ്വാധീനിക്കാൻ പറ്റും. നമ്മളോട് പലരും വന്ന് പലരെ പറ്റി പറയും, പല തരത്തിൽ പറയും. നമ്മളുടെ മനസ്സിൽ മറ്റൊരാളെ പറ്റി ഉണ്ടാകുന്ന ഇമേജുകൾ വേറൊരാൾ പറയുന്നത് കേട്ടതാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്വഭാവം മാറിപ്പോവും. നമ്മൾ ഫിക്സ് ചെയ്യണം നമ്മളോട് ഒരാൾ എങ്ങനെ പെരുമാറി, ഒരാൾ എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. വേറൊരാൾ ഒരുപാട് പറഞ്ഞു കേൾക്കാൻ നിന്നാൽ അത് അവൻ്റെ അനുഭവങ്ങളാണ് പറയുന്നത്. പല സൗഹൃദങ്ങളും നശിക്കുന്നതിനകത്ത് മൂന്നാമതൊരു ശക്തിക്ക് വലിയ പങ്കുണ്ട്. സൗഹൃദങ്ങളിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരസ്പരം പറഞ്ഞു തീർക്കുക, മൂന്നാമതൊരാളെ ഇടപെടുത്താതിരിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുന്നത്.